AI പോലെയുള്ള കാര്യങ്ങൾ കൂടി വരുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ കോഡിംഗ് ലാംഗ്വേജ് പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് പലരും പറയാറുണ്ട്. അത് കറക്റ്റ് തന്നെയാണ്. ഏകദേശം കോഡിംഗ് ലാംഗ്വേജ് തന്നെ കോഡിൽ ചെയ്യുന്ന ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും തന്നെ നമുക്ക് ഇപ്പോൾ AI ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. ക്ലൗഡ് അതേപോലെ തന്നെ ChatGPT പോലെയുള്ള പല ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഒരു വെബ്സൈറ്റ് വരെ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. വെർസലിൻ്റെ തന്നെ V0 എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് Next.js ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു SaaS വരെ നമുക്ക് ബിൽഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ AI പഠിച്ചത് കൊണ്ട് ഒരു കോഡിങ്ങിൽ ഒരു ഫ്യൂച്ചർ ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് എന്തായാലും ഒരു ഡൗട്ട് തന്നെയാണ്. കാരണം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കോഡിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇപ്പോൾ മൊത്തം AI തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഗൂഗിളിൻ്റെയും അതുപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെ ഓണറൊക്കെ ആയിട്ടുള്ള അതുപോലെ തന്നെ CEO ആയിട്ടുള്ള പലരും പറയുന്നത് ഇപ്പോൾ കോഡിങ്, അതായത് ഫേസ്ബുക്കിൻ്റെയും ഗൂഗിളിൻ്റെയും ഒക്കെ ഒട്ടുമിക്ക എല്ലാ കോഡിങ്ങും ഇപ്പോൾ AI തന്നെയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതായത് ഫ്യൂച്ചറിൽ കോഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീൽഡ് ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. ഒട്ടുമിക്ക എല്ലാ കോഡിങ്ങും ഇനി AI വെച്ച് തന്നെയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കോഡിംഗ് ഫീൽഡിലോട്ട് ഇനി വരാൻ താല്പര്യമുള്ളവർ പ്രിഫർ ചെയ്യേണ്ട കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് Next.js ആയിരിക്കണം. ഓക്കെ, നിങ്ങൾക്ക് Next.js മൊത്തം പഠിക്കണമെന്നില്ല. പകരം Next.jsന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പല കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ കോഡിംഗ് ബിൽഡ് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മൾ AI ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പല പ്രൊജക്റ്റും ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് വരുന്ന ഒരു ലാംഗ്വേജ് ആണ് ജാവാസ്ക്രിപ്റ്റിൻ്റെ Next.js. ഇപ്പോൾ വെർസൽ 0 ആയാലും ബോൾട്ട് ആയാലും അതുപോലെ തന്നെ പല AI ടൂൾസിലും നമ്മൾക്ക് ഇൻബിൽട്ട് ആയിട്ടുള്ളത് Next.jsന്റെ ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ Next.js ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിൽ പല എറേഴ്സും പലപ്പോഴും വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും AI ആണ് മുന്നോട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ AI തന്നെ പഠിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ Next.js പഠിച്ചിരിക്കുന്നത് ഏറ്റവും ബെറ്റർ ആണ്. നമ്മൾ പ്രോംസ് മാത്രം കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നത്. പക്ഷെ എന്നാൽ പോലും പ്രോംസ് കൊടുത്ത് ചെയ്യുമ്പോഴും നമ്മുടെ AI ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന വെബ്സൈറ്റിൽ പലപ്പോഴും എറേഴ്സും ബഗ്സും വരും. അപ്പോൾ നമ്മൾ Next.js പഠിക്കുകയാണെങ്കിൽ Next.jsന്റെ ഫണ്ടമെന്റൽസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതിൻ്റെ എറേഴ്സ് ഷോർട്ട് ചെയ്യാം, അതുപോലെ തന്നെ അതിനെ സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. അതുകൊണ്ട് തന്നെ Next.js പഠിച്ചിരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. നിങ്ങൾക്ക് AI ഉപയോഗിച്ചിട്ട് തന്നെ അത് പഠിക്കാം. ക്ലൗഡ് അതുപോലെ തന്നെ ChatGPT, Gemini പോലുള്ള AI ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് Next.js പഠിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് AI ഉപയോഗിച്ചുകൊണ്ട് തന്നെ Next.jsന്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷേ Next.jsന്റെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം എറേഴ്സ് വരുമ്പോൾ നമുക്ക് ഷോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് പഠിക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് AI നിർബന്ധമായിട്ട് പഠിക്കണം. കോഡിങ് ഒട്ടുമിക്ക ഡെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ AI പഠിക്കുന്ന ഒന്നിച്ച് തന്നെ Next.jsഉം ഫണ്ടമെന്റലി ആ ഒരു കോഡിംഗ് നോളജ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ബിൽഡ് ചെയ്യുന്ന ഓരോ ആപ്പിൻ്റെയും പ്രോബ്ലംസും ബഗ്സും നിങ്ങൾക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും.